ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ മുനിസിപ്പൽ വാട്ടർ, അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന വാട്ടർ ലൈൻ നമ്മൾ എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ സ്ക്വയർ ടൈപ്പ് വരുന്നത്, അതിൻ്റെ അകത്താണ് നമ്മൾ മീറ്റർ കാര്യങ്ങളൊക്കെ വെക്കിയിരുന്നത്. നേരെ ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് വരുന്ന ഒരു ചെറിയ ഒരു ക്യാബിൻ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നിന്ന് നേരെയാണ് കണക്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ വരുന്നത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന പൈപ്പ് എന്ന് പറയുന്നത് അറേഞ്ച് പൈപ്പാണ്. അറേഞ്ച് പൈപ്പ് നമുക്ക് 3/4 ഇഞ്ചിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. 3/4 ഇഞ്ച് വാൽവിലേക്ക് നമ്മൾ ആദ്യം കണക്ട് ചെയ്തു റെഡ്യൂസർ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് അവിടെ അറേഞ്ചാണ് വരുന്നത്. അറേഞ്ചിൻ്റെ ഫിറ്റിങ്സ് ആണ് മീറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത്. അതിനുശേഷം അറേഞ്ച് നമ്മൾ കണക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഈ പറയുന്ന രീതിയിൽ അറേഞ്ച് നമ്മൾ ഡയറക്റ്റ് ബ്രാസ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാസ് എൽബോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് അറേഞ്ച് ഉള്ളിൽ കിട്ടും. 3/4 ഇഞ്ച് വരുന്നു, നേരെ 3/4 ഇഞ്ച്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന അറേഞ്ച് നമ്മൾ ആദ്യമേ തന്നെ കൺവേർട്ട് 3/4 ഇഞ്ചാക്കി 3/4 ഇഞ്ച് വാൽവ് കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരെ അറേഞ്ച് പറയുന്ന 3/4 അര എൽബോയിലേക്ക് കണക്ട് ചെയ്തു. അത് നേരെ മീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഈ സൈഡ് മീറ്റർ അതുപോലെ തന്നെ 3/4 അര എൽബോയിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം 3/4 ഇഞ്ചാണ് നേരെ നമ്മുടെ നേരത്തെ ടാങ്കിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കും. ഇനി മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന റീഡിങ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് നമ്മൾ പതുക്കെ പൊക്കിയിട്ടാണ് ഇതിൻ്റെ റീഡിങ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതായത് റീഡിങ്ങിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ് വരുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വെള്ളം വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ തന്നെ ഇതിപ്പോൾ അധികം നാളായിട്ടില്ല കണക്ഷൻ എടുത്തിട്ട്, വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിസ്സാര റീഡിങ്ങേ വരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് കാണിക്കുന്ന റൊട്ടേഷൻ കാണിക്കുന്ന അതിൻ്റെ മാഗ്നറ്റിക് മീറ്റർ എന്നാണ് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് മീറ്റർ ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മാഗ്നറ്റിക് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ ബ്രാസ് ഫിറ്റിങ്സാണ്, തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ഫിറ്റിങ്സാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീറ്റർ റീഡിങ് എടുക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് വെച്ച് മൂടും. അപ്പോൾ റീഡിങ് എടുക്കാൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് റീഡിങ് എടുക്കാം. ഇതാണ് നമ്മുടെ വാട്ടറിന് ഉപയോഗിക്കുന്ന മീറ്റർ വരുന്നത്. മാഗ്നറ്റിക് വാട്ടർ മീറ്റർ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ക്യാബിനിൽ വരുന്നത്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. MRP വരുന്നത് 1650 MRP കൊടുത്തിരിക്കുന്നത്. അതിനേക്കാൾ റേറ്റ് കുറച്ച് എന്തായാലും കിട്ടും. അപ്പോൾ MRPയേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. അപ്പോൾ മാഗ്നറ്റിക് മീറ്ററാണ് നമ്മൾ വരുന്നത്. അത്യാവശ്യം ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെയുള്ള മീറ്ററാണ്, ക്വാളിറ്റി ഉള്ള മീറ്റർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അറേഞ്ച് വരുന്നു, 1 ഇഞ്ച് 3/4 ഇഞ്ച് വാൽവ് കൊടുക്കുന്നു, നേരെ അറേഞ്ച് ആയിട്ട് നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു, അതായത് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം 3/4 ഇഞ്ചായിട്ട് വന്നിരിക്കുന്നു. ഈ 3/4 ഇഞ്ച് നമ്മളൊരു അഡീഷണൽ ടാപ്പ് കൊടുത്തു. അതിനുശേഷം നേരെ ഇതിൽ നിന്നൊരു ടീ ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ ടാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു. പ്രഷർ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാങ്കിലേക്ക് കയറിക്കോളും. ഡയറക്റ്റായിട്ടൊരു ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളെല്ലാം നമ്മൾ ടാങ്കിൽ കൊടുത്താൽ മതി. ടാങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഫ്ലോട്ട് വാൽവാണ് കൊടുക്കുന്നത്. നേരെ ടാങ്കിൽ പ്രഷർ കാര്യങ്ങൾ, അതായത് നമ്മുടെ മുനിസിപ്പൽ വാട്ടറിന് ഹൈ പ്രഷർ കാര്യങ്ങളുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറെ കാര്യങ്ങളോ മോട്ടർ കാര്യങ്ങളൊന്നും വെക്കേണ്ട കാര്യങ്ങൾ, ഡയറക്റ്റ് എത്ര 2 or 3 നിലയാണെങ്കിൽ കൂടി അതിൻ്റെ മുകളിലേക്ക് ഹൈ പ്രഷറിൽ വെള്ളം കയറിക്കോളും. ഇനി അതല്ല പ്രഷർ കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ടാങ്കിലേക്ക് ആദ്യമേ തന്നെ അതിലേക്ക് പിടിക്കണം. അത് ഫ്ലോട്ട് വാൽവ് വെച്ച് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു എക്സ്ട്രാ മോട്ടർ വെച്ച് കറക്റ്റ് ചെയ്യുകയാണ്. ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും. ഇനി ഫ്ലോട്ട് വാൽവ് എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine.